ഹായ് ഫ്രണ്ട്സ്, ഞായറാഴ്ച മാർക്കറ്റിൽ പോയപ്പോഴേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ കണ്ടു കേട്ടോ. ഇവിടെ എറണാകുളത്ത് നമുക്ക് അങ്ങനെ കിട്ടാറില്ല. ഇത് ഞായറാഴ്ച നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് അവർ വന്നിട്ട് ഞായറാഴ്ച മാത്രം ഇങ്ങനെ പച്ചക്കറികളും പഴങ്ങളൊക്കെ വിറ്റിട്ട് പോകുന്ന സംഭവമുണ്ട്. ഇപ്പോൾ ഇത് നോക്കിക്കുക, നല്ല ഞാവൽപ്പഴമാണ്. ഞാവൽപ്പഴം ശരിക്കും ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരുപാടുണ്ട്, കേരളത്തിലും ഉണ്ട്. പക്ഷേ കേരളത്തിൽ നമുക്ക് കുറവാണ്. പിന്നെ ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊക്കം വരുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ വലിക്കാൻ പറ്റില്ല, താഴെ വീണിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കവറുകൾ നമുക്കിത് കിട്ടുമെന്നറിയോ. അപ്പോൾ ഞാവൽപ്പഴം കണ്ടപ്പോൾ ഒരു കൊതിയായി, സത്യം പറഞ്ഞ ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഒരു വീഡിയോ എടുത്താൽ. പിന്നെ അതേ കുറേ ഉണ്ട്, പേരക്ക, നാരങ്ങ, അങ്ങനെ കുറേ ഉണ്ട്. നല്ല അടിപൊളി ഞാവൽപ്പഴം ഉണ്ട്. പക്ഷേ ഭയങ്കര വിലയാണ്. 1 കിലോയ്ക്ക് 200 രൂപ. മക്കൾ രണ്ടുപേരും കഴിക്കില്ല, ഹസ്ബൻഡും കഴിക്കില്ല, ഇവിടെ ആരും കഴിക്കില്ല. ഞാൻ മാത്രം വാങ്ങിച്ചിട്ട് ഇത് എത്ര തിന്നും ഒന്ന് ഓർത്ത് നോക്കി. ഇപ്പോൾ 1/2 കിലോ മേടിക്കും 100 രൂപ. 100 രൂപയ്ക്കും ഞാൻ വാങ്ങിച്ചില്ല. അവരെ വില കുറയ്ക്കാൻ നോക്കി, വില കുറച്ചില്ല. അപ്പം ഞാൻ വാങ്ങിച്ച് കഴിച്ചില്ല. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ അടുത്ത ഇതിങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് കുറച്ച് നമ്മുടെ തലയിൽ ഇത് യൂസ് ചെയ്യുന്ന കോമ്പ്, അതായത് നമ്മുടെ ലൈസ് കോമ്പുണ്ട്. ലൈസ് കോമ്പിനൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടൊന്നും എടുത്തില്ല. ഓൾറെഡി ഞാൻ മീഷോന്ന് വാങ്ങിച്ചിരിക്കുന്നുണ്ട്, നല്ല അടിപൊളി സാധനം ഇരിക്കുന്നുണ്ട്, വാങ്ങിച്ചില്ല. സാധാരണ ഒരു കോമ്പൊക്കെ അത്യാവശ്യം നല്ല വില കുറവുണ്ട് കേട്ടോ. അത് 20 രൂപയ്ക്കും 30 രൂപയ്ക്കും സാധാരണ നമ്മൾ തല ചീവുന്ന കോമ്പാണ്, നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തേ. അപ്പോൾ ഞാൻ എടുത്തത് 20 രൂപയുടെ ഒരു കോമ്പ് ഞാൻ എടുത്തു. അത്യാവശ്യം നല്ല ബലമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല വില നോക്കുമ്പോൾ റീസണബിൾ ആണ്. അപ്പോൾ ഞാൻ ചീപ്പ് അത് നമ്മൾ എറണാകുളത്ത് കലൂർ ആണ് റോഡ് സൈഡിൽ ഉള്ള മാർക്കറ്റാണ് കേട്ടോ. കലൂർ ഉള്ള മറ്റേ റോഡ് സൈഡ് സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. സൺഡേ ഒരു ഉച്ച വരെ ഉണ്ടാകത്തുള്ളൂ. 7 മണി, രാവിലെ 7 മണി തൊട്ട് ഒരു ഉച്ച വരെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഇവിടെ വന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് ഒരാഴ്ചക്കുള്ളും വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. കുടംപുള്ളി, ഇത് തമിഴ്നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചീപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഫുൾ തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് മാർക്കറ്റ് ഇതിലിട്ടിട്ട് പോകുന്നതാണ്. ചീരകൾ പലതരങ്ങൾ, പിന്നെ അങ്ങനെ മല്ലിയില, പുതിനയില, നാരങ്ങ, ചെമ്മീൻ, പിന്നെ മീനൊക്കെ ഉണ്ടാവും കേട്ടോ. ചെമ്മീനൊക്കെ പുറത്തുണ്ടാവും. പച്ചക്കറികൾ, തേങ്ങ, ചെറിയ ഉള്ളി, മാങ്ങ, അങ്ങനെ ഉണ്ടാവും. കപ്പ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഉണക്കമുളക്, ഉണക്ക ചെമ്മീൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഞായറാഴ്ച ഒന്ന് ഇവിടെ ഒന്ന് വാങ്ങിച്ചേച്ചും പോയിക്കോളും. ദേ കണ്ടല്ലോ. അപ്പോൾ അതേ പച്ചക്കറി വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികൾ, അതൊക്കെ ചെറുത് കണ്ടോ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടായിട്ട് കൊണ്ടുവരുന്നൊക്കെയാണ് ചിലവരൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അതേ ഉണക്ക മീനിൻ്റെ സെക്ഷൻസ് ഉണ്ട്. അതേ ടീഷർട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ടീഷർട്ട് ശരിക്കും വില കുറവായിരുന്നു കേട്ടോ. പിന്നെ അതേ ഉണക്കച്ചെമ്മീൻ ഭയങ്കര വില കുറവായിരുന്നു. ഞാൻ പിന്നെ അത് വാങ്ങിച്ചില്ല, നല്ല വില കുറവുണ്ടായിരുന്നു ഉണക്കച്ചെമ്മീൻ കേട്ടോ. എത്രയും വലിയ പാക്കറ്റിന് 50 രൂപ എങ്ങാണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉണക്കമീനും വില കുറവായിരുന്നു. നമ്മൾ ചെറുത് വാങ്ങിക്കണേക്കാട്ടും നല്ലതാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്, അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു.